ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 24th ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. 24ാമത്തെ ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഇനി അവിടെ നിന്നുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ അങ്ങനെ തന്നെയാണ്, ചെറിയ ചാപ്റ്ററാണ്. 1-2 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആറ്റം മോഡൽ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആറ്റം മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത എനർജി ലെവൽസ് ഉള്ള ഓർബിറ്റുകൾ ഉണ്ട്. അപ്പോൾ ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ആറ്റത്തിൻ്റെ ഈ ഓർബിറ്റുകളിലാണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബോറിൻ്റെ മാതൃക, ആറ്റം മാതൃക എന്ന് പറയുന്നത്. ഈ ആറ്റം മാതൃകയാണ് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ അതാണ്. അപ്പം നമുക്കിപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ബോറിൻ്റെ ബോർ മോഡലിൻ്റെ അല്ലെങ്കിൽ ബോറിൻ്റെ ആറ്റം മോഡലിനെ പറ്റിയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ്. ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ബോർസ് പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ അതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു വൃത്താകൃതിയിൽ, സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ എന്താണ് ഒരു വൃത്താകൃതിയിൽ നിശ്ചിത ഓർബിറ്റുകളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് അത് അവർക്ക് കിട്ടുന്നത് ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ വഴിയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഓർബിറ്റിൽ ചുറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? സെൻട്രിപീറ്റൽ ഫോഴ്സ് നമ്മളൊരു കയറിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ ആ ഒരു പാതയിൽ തന്നെ ആ കല്ലിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള ഫോഴ്സാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഇതിൻ്റെ കേസിൽ ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടണത്? ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ വഴിയാണ് ആ ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടമാനം ഓർബിറ്റുകളൊന്നും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ ആ ഓർബിറ്റലിൻ്റെ ആംഗുലാർ മൊമെൻറ്റ്, അത് ഒരു ഇൻ്റഗ്രൽ ഓർബിറ്റ്, ആ ഇൻ്റഗ്രൽ ഓർബിറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ലഭിക്കുന്ന ഓർബിറ്റുകൾക്ക് മാത്രമാണ് അവിടെ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഓർബിറ്റുകൾ, ഇലക്ട്രോണുകൾ അവരുടെ എനർജി ലെവലിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ ഓർബിറ്റുകൾ സഞ്ചരിക്കും. പക്ഷേ ആ ഒരു ഇൻ്റഗ്രൽ ഓർബിറ്റ്, അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിൽ വരുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൽ പെടുന്ന ഓർബിറ്റുകൾക്ക് മാത്രമാണ് ഇവിടെ അനുവദനീയമായിട്ടുള്ളൂ. അപ്പം അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. mv²/r = 1/4πε0 ze²/r². ഈ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ്, സെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജുകൾ എത്രയാണെന്നുള്ളത്, സെഡ് എന്ന് പറയുന്നത് അവിടുത്തെ പോസിറ്റീവ് ചാർജുകളാണ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് വെച്ചിട്ട് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ആ ഒരു ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പരിധിയിൽ പെടുന്നതിന് മാത്രമാണ് സാധ്യതയുള്ളൂ. ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ കൂടി ആ ഒരു ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പരിധിയിൽ പെടുന്നവർക്ക് മാത്രമാണ് അവിടെ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയണത്. ആംഗുലാർ മൊമെൻ്റ് ഒക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോ പ്രത്യേക ഓർബിറ്റുകളിൽ ഓരോ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രോണുകൾ ഊർജ്ജമൊന്നും പുറത്തേക്ക് വിടുന്നില്ല, അല്ലെങ്കിൽ എനർജി ഒന്നും റിലീസാക്കുന്നില്ല. എപ്പോൾ മാത്രമാണ് അവർ എനർജി റിലീസാക്കുന്നത്? അവരെ ഹൈ എനർജി ലെവലിൽ നിന്ന് ലോ എനർജി ലെവലിലേക്കുള്ള ആ ഇലക്ട്രോണുകൾ ചേഞ്ച് വരുമ്പോൾ മാത്രമാണ് അവർ എനർജി പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെയുള്ള 3 കാര്യമാണ് ബോസ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റുകളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു ആകർഷണം വഴി കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നിരവധി ഓർബിറ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നിരവധി ഓർബിറ്റുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സാധ്യതകൾ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്ത് മാത്രമുള്ളൂ? അവിടെ ഉണ്ടാവുന്ന ആംഗുലാർ മൊമെൻറ്റത്തിന് അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഓർബിറ്റുകൾ, ആ വാല്യൂസ് വരുന്ന ഓർബിറ്റുകൾക്ക് മാത്രമാണ് അവിടെ സാധ്യതയുള്ളൂ.
ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രോണുകൾ എനർജി ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. ഹൈ എനർജി ലെവലിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മൾ ഇലക്ട്രോണുകളെ ലോ എനർജി ലെവലിലേക്ക് മാറ്റപ്പെടുമ്പോൾ മാത്രമാണ് ഇലക്ട്രോണുകൾ എനർജി റിലീസാക്കുന്നത്. ഇതാണ് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ്. നമുക്ക് വേറൊരു ഇക്വേഷനാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, ഡി ബ്രോഗ്ലി വേർവ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി വേർവ് ഇക്വേഷൻ പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ഈ ലാംഡ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. എം മാസാണ്. വി ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഇക്വേഷൻ നോക്കാനുള്ളത്. ഇനി ഇതിന് തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് 2MEV. 2MEV ഇത് എഴുതി കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ 2 ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി. ഇനി ബോറിൻ്റെ ഇതാണ് നോക്കാനുള്ളത്. ഈ 2 കാര്യങ്ങളൊന്നും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. ആ 3 പഠിച്ചു വയ്ക്കുക, അതാണ് ചോദിക്കാവുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അതിൽ ലാംഡ എച്ച് ബൈ എം വി എന്നുള്ളതായിരിക്കും മിക്കവാറും എന്തെങ്കിലും ചോദിച്ചാൽ വരാം. മറ്റേതും കൂടി ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ബോറിൻ്റെ കോണ്ടൈസേഷൻ കണ്ടീഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, അതിന് 2 ഇക്വേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ആംഗുലാർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. അതിനെ തന്നെ ഇക്വേഷൻ നമുക്ക് പിന്നെയും മാറ്റി എഴുതാം. ഈ ലാംഡ എന്ന് പറയുന്നത് 2L/N ആണ്. അപ്പോൾ H/2L/N. അപ്പോൾ അതിനൊന്നുകൂടി ആക്കി എഴുതുമ്പോൾ NH/2L. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ബോസിൻ്റെ കോണ്ടൈസേഷൻ കണ്ടീഷൻ മൊമെൻറ്റത്തിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ അല്ലെങ്കിൽ NH/2L. അപ്പോൾ ഇതാണ് 3 ഇക്വേഷൻ ഉള്ളത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. ഇതൊന്നും ഞാൻ എഴുതിയിട്ടും കാണിച്ചു തരാം. പിന്നെ വേറെ ചോദിക്കാവുന്നത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് എനർജീസ് ചോദിക്കാം. ഓരോ ഓർബിറ്റുകളിലും വരുന്ന എനർജീസ് ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിനുള്ള ഇക്വേഷൻസ് ഇപ്പോൾ ഏതെങ്കിലും സെക്കൻഡ് ഓർബിറ്റിൽ വരുന്ന എനർജി അല്ലെങ്കിൽ തേർഡ് ഓർബിറ്റിൽ വരുന്ന എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് ഹൈഡ്രജൻ്റെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ EN ഈസ് ഈക്വൽ ടു -13.6/n²EV. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ്. ഇതാണ് ബേസിക് ഫോർമുല. ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി ചോദിക്കുകയാണെങ്കിൽ എന്താണ്, എന്നിൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ E1 ഈസ് ഈക്വൽ ടു -13.6/1². 3 ആണെങ്കിലോ 3², 4 ആണെങ്കിൽ 4². അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അപ്പം അങ്ങനെ ഒരു കണക്കും കൂടി ഇതിൽ ചോദിക്കാം. ഈ 3 കാര്യമാണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വരച്ചൊന്ന് കാട്ടിത്തരാം. അപ്പോൾ നന്നായിട്ട് ഇക്വേഷൻസൊക്കെ പഠിക്കുക. ഇക്വേഷൻസിൽ ഓരോ പാരാമീറ്ററും എന്തിനേയും കാണിക്കുന്നതൊക്കെ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു. ഇതാണ് ബോർ പോസ്റ്റുലേറ്റ്സിൽ വരുന്നത്. mv²/r ഈസ് ഈക്വൽ ടു 1/4πε0 z(d²/r²). അപ്പോൾ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ M മാസ്, V വെലോസിറ്റി, R എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ആ വട്ടത്തിലാണല്ലോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ്, ബാക്കിയുള്ള അതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ പറയുന്നത് എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു H/mv. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. M മാസ്, V വെലോസിറ്റി. അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ വേറെ രീതിയിൽ എഴുതാം, H/√MEV. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കാര്യമാണ്. ഇനി ബോസ് കോണ്ടൈസേഷൻ ഇക്വേഷനിൽ P മൊമെൻറ്റം ഈസ് ഈക്വൽ ടു H/λ അല്ലെങ്കിൽ NH/2L. ഇതെങ്ങനെയാണ് വന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഡേനെ 2L/N എന്ന് എഴുതാം. അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. കണക്ക് തന്നിരിക്കുകയാണ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജിയുടെ റേഷ്യോ, ഫസ്റ്റ് ആൻഡ് ഓർബിറ്റൽ എനർജി തമ്മിലുള്ള എനർജിയുടെ റേഷ്യോ ആണ്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് EN ഈസ് ഈക്വൽ ടു -13/6n²EV. ഈ n² എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് എത്രാമത്തെ ഓർബിറ്റാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓർബിറ്റുകളുടെ റേഷ്യോ ആണ്. നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, എനർജി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ എനർജി എന്ന് പറയുമ്പോൾ n² അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് -13.6 EV കിട്ടി. രണ്ടാമത്തെ ആകുമ്പോൾ എന്നിൻ്റെ അവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് -3.4 EV കിട്ടി. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 4/1 ആണ്, അതായത് 4:1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കാം.
താങ്ക് യു.